കേരളം ഇനി ആര് നയിക്കുമെന്ന പ്രധാനപ്പെട്ട തീരുമാനമറിയാനുള്ള കാത്തിരിപ്പാണ്. എക്സിറ്റ് പോളുകളൊക്കെ പുറത്തു വരുന്നു, പലതരത്തിലുള്ള സാധ്യതകൾ പങ്കുവയ്ക്കുന്നുണ്ട്. പൊതുവിൽ UDFന് വലിയ മേധാവിത്വം നൽകുന്ന ഒരു എക്സിറ്റ് പോൾ ഫലങ്ങളാണ് പൊതുവിൽ പുറത്തു വരുന്നത്. പക്ഷേ സംസ്ഥാനത്ത് ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൻ്റെ മുഖം എല്ലാ എക്സിറ്റ് പോളുകൾ തുറന്നു വെക്കുന്നതുമുണ്ട്. അപ്പോൾ ഇപ്പോഴും ആ ആകാംക്ഷ ബാക്കി നിൽക്കുകയാണ്. കേരളം ആർക്കൊപ്പമാണ് എന്ന പ്രധാനപ്പെട്ട കാര്യം. രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ജനങ്ങൾ ഏത് കണ്ട് സ്വീകരിക്കപ്പെട്ടു, ആർക്കാണ് മാൻഡേറ്റ് നൽകിയിരിക്കുന്നത് എന്ന വളരെ പ്രധാനപ്പെട്ട തീരുമാനത്തിൻ്റെ തൊട്ട് സമീപത്താണ് നമ്മൾ നിൽക്കുന്നത്. ഒരു പകൽ ദിനത്തിൻ്റെ അപ്പുറമുള്ള അല്ലെങ്കിൽ 2 പകൽ ദിനത്തിനപ്പുറമുള്ള കാത്തിരിപ്പിനൊടുവിൽ നമുക്കറിയാനാവും കേരളം ഇനി 5 വർഷം ആര് ഭരിക്കും. ഭരണ തുടർച്ചയോ അതല്ലെങ്കിൽ ഭരണമാറ്റമോ എന്ന പ്രധാനപ്പെട്ട കാര്യം. ഇവിടെയാണ് നമ്മൾക്ക് പ്രാധാന്യമുള്ള ഒരു കാര്യം കൂടി ചർച്ച ചെയ്യേണ്ടി വരുന്നത്. എന്താവും പുതിയ സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യ തീരുമാനങ്ങൾ എന്നത്? നമുക്കറിയാം, ആദ്യ മന്ത്രിസഭാ യോഗം എന്നത് എല്ലാ സർക്കാരിൻ്റെയും പ്രധാനപ്പെട്ടതാണ്. ആദ്യ മന്ത്രിസഭ കൈക്കൊള്ളുന്ന ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങളാണ് ആ സർക്കാർ ജനങ്ങൾക്ക് മുന്നിൽ പ്രകടന പത്രികയിലൂടെയും അല്ലാതെയും മുന്നോട്ട് വെച്ച ആ പ്രധാനപ്പെട്ട കാര്യങ്ങളുടെ ഒരു സൂചകമായി കൂടി മാറുന്നത്. അപ്പോൾ ആ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഏതൊക്കെയായിരിക്കും, അതിന് ഉണ്ടാവേണ്ടി വരുന്ന വെല്ലുവിളി എന്നതൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, ഒരു ഭരണ തുടർച്ച മൂന്നാമതും പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഒരു സർക്കാരിൻ്റെ ആണ് വരുന്നതെങ്കിൽ ഇപ്പോഴത്തെ സർക്കാരിൻ്റെ നയപരിപാടികളുടെ ഒരു തുടർച്ചയ്ക്ക് തന്നെയായിരിക്കും സാധ്യത. സ്വാഭാവികമായി പ്രകടന പത്രികയിൽ അവർ മുന്നോട്ട് വെച്ച പുതിയ അവകാശവാദങ്ങൾ, പുതിയ വാഗ്ദാനങ്ങൾ, അതിൻ്റെയൊക്കെ തുടക്കം കുറിക്കാൻ അവർക്കാവും. മാത്രമല്ല, ഒരു സർക്കാരിൻ്റെ കഴിഞ്ഞ 10 വർഷത്തെ നയപരിപാടികളുടെ ഒരു തുടർച്ച സ്വാഭാവികമായും അതങ്ങനെ തുടർന്ന് പോവുക തന്നെയായിരിക്കും. അത് പൊതുവിലുള്ള ഭരണതന്ത്രത്തിലും നീക്കങ്ങളിലുമൊന്നും വലിയ മാറ്റങ്ങളൊന്നും വരുത്താതെ അതങ്ങനെ മുന്നോട്ട് പോവുകയായിരിക്കും. ഒപ്പം അവർ 10 വർഷമായി ചെയ്തു വരുന്ന പരിപാടികൾക്ക് പുതിയൊരു നയപരിപാടി പ്രഖ്യാപിച്ചു മുന്നോട്ട് പോകും. ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ അജണ്ടകൾക്ക് അല്പം കൂടി കൂട്ടിച്ചേർക്കപ്പെട്ടതായിരുന്നു രണ്ടാം പിണറായി സർക്കാർ വന്ന് നടപ്പിലാക്കാൻ ശ്രമിച്ച കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കഴിഞ്ഞതാണ്. അത് എത്ര കണ്ട് ജനങ്ങൾ സ്വീകരിക്കപ്പെട്ടു എന്നതൊക്കെ പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ്. ഇനി നമ്മൾ ആലോചിക്കുന്ന കാര്യം, സംസ്ഥാനത്തൊരു ഭരണമാറ്റമാണ് ഉണ്ടാവുന്നതെങ്കിൽ, അതായത് UDFൻ്റെ ഒരു ഭരണ സംവിധാനമാണ് വരുന്നതെങ്കിൽ 10 വർഷത്തിന് ശേഷം സംസ്ഥാനത്ത് UDF അധികാരത്തിൽ വരാൻ പോവുകയാണ് എന്ന് കരുതുക. അങ്ങനെ കരുതപ്പെട്ടാൽ അവർ അധികാരത്തിലേക്ക് വന്നാൽ എന്തായിരിക്കും ആ പ്രധാനപ്പെട്ട തീരുമാനമെന്നതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം. കാരണം സർക്കാരിൻ്റെ 10 വർഷമായുള്ള ഒരു സർക്കാരിൻ്റെ തുടർച്ചയായിരിക്കില്ല, ഒരു മാറ്റമായിരിക്കും. അപ്പോൾ നയപരിപാടികൾ മാറ്റമുണ്ടാവും, പ്രവർത്തന ശൈലിയിൽ മാറ്റമുണ്ടാകും, പ്രധാനപ്പെട്ട സർക്കാർ സ്ഥാനങ്ങളിലൊക്കെ ചില മാറ്റങ്ങൾ വന്നേക്കാം.